കിഫ്ബി ഫെമ ലംഘനത്തിലും ഇഡിയുമായി ഏറ്റുമുട്ടലിനൊരുങ്ങി പിണറായി സർക്കാർ. മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഇഡി നോട്ടീസ് സമയപരിധി അവസാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള എതിർകക്ഷികൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസിന് മറുപടി നൽകാത്തതിനാൽ കേസ് വിധേയമാക്കും. എന്നാൽ അതോറിറ്റി ഉത്തരവുകളെയും കോടതിയിൽ ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ നീക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, കിഫ്ബി എം ഡി KM എബ്രഹാം, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്കായിരുന്നു നവംബർ 28-ന് നോട്ടീസ് ലഭിച്ചത്. ഒരു മാസത്തിനുള്ളിലായിരുന്നു നേരിട്ടോ അഭിഭാഷകർ വഴിയോ നോട്ടീസിന് മറുപടി നൽകേണ്ടിയിരുന്നത്. എന്നാൽ ഫെമ ലംഘനത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ ഇഡിക്കെതിരെ തിരിയുകയായിരുന്നു മുഖ്യമന്ത്രി. 2019 ജനുവരി 17-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് സമാഹരണത്തിനുള്ള തീരുമാനമെടുത്തത്. 2019 മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കി കിഫ്ബി 2150 കോടി രൂപ സമാഹരിച്ചു. സ്വന്തമായി വരുമാന സ്രോതസ്സില്ലാത്ത കിഫ്ബിക്ക് കടമെടുപ്പ് ബാധ്യതയാകുമെന്ന് CAG റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. വിദേശ കടമെടുപ്പ് അധികാരം കേന്ദ്രത്തിന് മാത്രമാണെങ്കിലും ഈ അധികാരത്തിലും കടന്നുകയറി ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ മറികടന്നു. CAG കണ്ടെത്തലുകളുടെ തുടർച്ചയായിരുന്നു ED അന്വേഷണം. ഫെമ ലംഘനത്തിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വൻപിഴ ചുമത്തിയാലും നിയമ നടപടികൾ തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം. ജനം, കൊച്ചി.